8 കിലോമീറ്റർ പോകണ്ടേ. ഒരു 8 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് 8 കിലോമീറ്റർ അതുവരെ എത്തുമ്പോൾ അതുവരെ എത്താനുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കും. കോൺക്രീറ്റുകളൊക്കെ അവിടെ എത്തിക്കണ്ടേ. ഏതായാലും ഒരു റിസ്ക് പരിപാടിയാണല്ലേ തുരങ്കപാതൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന വർക്ക് വയനാട് കോഴിക്കോട് തുരങ്കപാത വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി. ഫുൾ കാഴ്ചകൾ കാണിച്ചുതരാം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ. വർക്കൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ആളുകൾ കമൻറ്റിലൂടെ പറയുന്നതൊക്കെ വെറുതെ കേട്ടോ. വർക്കൊക്കെ ഉഷാറായിട്ട് അവിടെ നടക്കുന്നുണ്ട്. വർക്ക് അതാ ആ ഏരിയ കേട്ടോ, തുരങ്കപാത വരുന്ന ഏരിയ. ആ JCB, ഹിറ്റാച്ചി, കാറ്റ് ഇവ മൂന്നും അവിടെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണുകൾ ഒരു 30 അടിയോളം മണ്ണ് കൂടി ഇനി അവിടുന്ന് എടുത്ത് ഒഴിവാക്കാണ്ട് കേട്ടോ. നമ്മുടെ ഈ മീനാക്ഷി ബ്രിഡ്ജിൻ്റെ ഈ റോഡിൽ നിന്ന്, അതായത് നമ്മുടെ ചൂരൽമല പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ അവിടുന്ന് 100 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കേട്ടോ, ആ ഒരു 100 മീറ്റർ ഭാഗം ഇനി അവർക്കൊരു 30 അടി കൂടി മണ്ണ് മാറ്റാനുണ്ട്. അവിടെ ഫുള്ള് കരിമ്പാറകളൊക്കെ ഉണ്ട്. ഇനിയും ഈ സൈഡ് ഇതാ ഈ ഒരു മൂല ഭാഗത്തൊക്കെ ഈ കാണുന്ന ഭാഗത്ത് അതൊക്കെ അവർ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അവിടുന്ന് മണ്ണാണ്. ഇപ്പോൾ പാറകളൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി അടിയിലേക്ക് പാറ ഉണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ മുകളിലേക്ക് അവർ ഒരു 10, 40, 50 അടിയോളം ഉയരത്തിൽ അവർ ഷോർട്ട് ക്രീറ്റ് വർക്ക് സ്റ്റെപ്പായി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഷോർട്ട് ക്രീറ്റ് വർക്കിൻ്റെ, അതായത് സിമെൻറ്റിൻ്റെ കളർ കാണുന്നില്ലേ, അത് നമ്മുടെ സിമെൻറ്റും എംസാൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ അടിച്ച് സെറ്റാക്കിയ പരിപാടിയാണ്. അതിൻ്റെ മുകളിൽ അവർ പൈപ്പുകൾ, വെള്ളം വരുന്നുണ്ട്, വെള്ളത്തിന് വേണ്ടി അവർ പൈപ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൂടെയാണ് നമ്മുടെ ഇരട്ട തുരങ്കപാത, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ഇരട്ട തുരങ്കപാത. അത് നമ്മുടെ കേരളത്തിൽ 1ാമത്തെ തുരങ്കപാത വർക്ക് നടക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ കാശ്മീരോ അത് ഏരിയയിലോ എവിടെ ആണ് കേട്ടോ. കറക്റ്റ് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ. ഇരട്ട തുരങ്കപാത കേട്ടോ. ഒറ്റ തുരങ്കപാത ഇതിനെക്കാട്ടി നീളം കൂടിയതൊക്കെ ഉണ്ട്. ഇത് 8.1 കിലോമീറ്റർ, 9 സംതിങ് കിലോമീറ്ററുള്ള തുരങ്കപാതകൾ നിലവിലുണ്ട്. ഒറ്റ തുരങ്കപാത, ഇരട്ട തുരങ്കപാത കേട്ടോ. ഏതായാലും 2130 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ തുരങ്കപാത അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നു. ഇവിടെ നമ്മുടെ തുരങ്കപാത തുളയ്ക്കുന്നത് നമ്മുടെ DBM ടെക്നോളജി അല്ല കേട്ടോ, നോട്ടം ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂമർ മെഷീനും ഉണ്ട്. അതായത് ഹോൾസ് ആക്കി എടുത്തിട്ട് ഡ്രില്ല് ചെയ്ത് ഹോൾസ് ആക്കിയിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ച് ഹോൾസ് ആക്കി ഇങ്ങനെ പോകുന്ന പരിപാടി കേട്ടോ. അവിടെയൊക്കെ മണ്ണുകളൊക്കെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് കേട്ടോ, മുകളിലേക്ക് ഉള്ള വർക്കുകളൊക്കെ അവർ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലൂടെ അവർ മുകൾ ഭാഗത്തുനിന്ന് വെള്ളം അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഓവുവാരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡ്രെയിനേജ്. അത് ഈ സൈഡും അവർ ചെയ്യുന്നുണ്ട്. മുകളിലുള്ള വെള്ളം 2 സൈഡ് കൂടി വേണ്ട, 2 സൈഡ് കൂടിയ റോട്ടിലേക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒലിച്ച് വരുന്നത്. അതായത് നമ്മുടെ തുരങ്കത്തിൻ്റെ ഏരിയയിലേക്ക് വെള്ളം, മഴക്കാലത്ത് വെള്ളം ഒലിക്കാത്ത തോതിൽ അവരത് സെറ്റാക്കിയിട്ടുണ്ട്. ഏതായാലും 4-5 മാസമായിട്ട് ഉഷാറായിട്ട് വർക്ക് നടക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ റെഡിയാക്കി എടുക്കാൻ ഒരുപാട് ടൈം വരെ എടുത്തു അല്ലേ. ഇനി തുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 4-5 വർഷം അത് തുളച്ചുകൊണ്ടേ നിൽക്കും. നല്ല തുളയ്ക്കുന്ന ആൾക്കാരാണ് അവർ. അതായത് രണ്ട് ഭാഗത്തുനിന്നും, ഇപ്പം നമ്മുടെ ആനക്കാമ്പയിൽ ഭാഗത്തുനിന്നും ഇവിടുന്ന് അങ്ങോട്ടും 2 ഹോൾസും വെവ്വേറെ തന്നെ വരും കേട്ടോ. ഒരു 15 മീറ്റർ ഡിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത് കേട്ടത്. എത്ര അറിയാവുന്നവർ ഇത് കറക്റ്റ് കമൻറ്റ് ചെയ്താൽ. 15 മീറ്റർ ഉണ്ടാവും അല്ലേ, 15-10 മീറ്റർ ഉണ്ടാവും. അതിൻ്റെ ഡിസ്റ്റൻസിലാണ് 2 ഹോൾസുകളും പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സബ്വേകൾ, അതായത് ഒരു തുരങ്കത്തിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ തുരങ്കത്തിലേക്ക് മാറാനുള്ള സബ്വേകൾ, അത് 500 മീറ്റർ വിട്ടിട്ട് അതും ഇതിൻ്റെ ഇടയിൽ ഉള്ളിൽ നിന്ന് അവർ ചെയ്തുകൊണ്ടാട്ടോ ഈ തുരങ്കം ഇങ്ങനെ തുളച്ച് ഇങ്ങനെ പോവുക. സബ്വേറുണ്ടെങ്കിൽ ഏതെങ്കിലും തുരങ്കത്തിൽ എന്തെങ്കിലും സംഭവിച്ച് ബ്ലോക്കായാൽ തൊട്ടപ്പുറത്ത് കൂടി പാസ് ചെയ്ത് പോകാനുള്ള പദ്ധതി. പിന്നെ അതുകൂടാതെ ഫുൾ നൂതന ടെക്നോളജികളാട്ടോ കംപ്ലീറ്റ്
ഇതിൻ്റെ ഉള്ളിലെ ഫെസിലിറ്റീസ്, അതായത് തുളയ്ക്കുന്നത് നമ്മുടെ DBM ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുരങ്കം ഒരൊറ്റ വലിയ മെഷീൻ കൊണ്ട് ഇങ്ങനെ തുളച്ച് ഇങ്ങനെ പോകുന്ന പരിപാടി. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് വർക്ക് കഴിയുന്ന പരിപാടിയാണ്. പക്ഷേ അതല്ല ഇവിടെ. അങ്ങനത്തെ മെഷീൻ ഇവിടെ എത്തിക്കാൻ പറ്റൂല എന്നാട്ടോ അറിയാൻ കഴിഞ്ഞത്. കേരളത്തിൻ്റെ ഈ ചെറിയ പാതയിലൂടെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിരുന്നു. ചെലവുകളൊക്കെ ഏകദേശം ഒരുപോലെ ആവാനായിരുന്നു സാധ്യത. എന്നാലും ഒരു 500 കോടി കൂടിയാലും പെട്ടെന്ന് പരിപാടി കഴിയുമായിരുന്നല്ലോ അല്ലേ. ഇതിൻ്റെ ഉൾഭാഗം ഫുള്ള് കരിമ്പാറാണ്. അതുകൊണ്ട് ഒരു നോട്ടം ടെക്നോളജി വർക്കിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളല്ലേ. ഇത് ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനി, അവർ ഒരുപാട് പരിചയസമ്പത്തുള്ള കമ്പനിയാണ്. അവർ നമ്മുടെ കാശ്മീർ പോലുള്ള ഉത്തരാഖണ്ഡ് പോലുള്ള ഏരിയകളിലൊക്കെ തുരങ്കങ്ങൾ ജോലി ചെയ്ത ആളുകളാണ്. അവിടെ ഇപ്പോഴും വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ബൂമർ മെഷീൻ കേട്ടാ. ഇതിനെ കൊണ്ടാണ് അവർ പെട്ടെന്ന് ഹോൾസ് ഇടലൊക്കെ വേഗം കഴിയും. സാധാരണ നമ്മുടെ ചില ഏരിയയിൽ ചെറിയ പാറകളൊക്കെ പൊട്ടി ഹോൾസ് ഇടുന്ന പോലെ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. ഇത് വലിയ മെഷീൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഹോൾസ് ഇടൽ കഴിയും. അങ്ങനെ ഒരു ദിവസം ഇവർക്കിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8 മീറ്റർ 24 hours ഇവർക്ക് പൊട്ടിക്കാം. 24 മണിക്കൂർ വർക്ക് നടക്കും കേട്ടോ. 8 മീറ്ററോളം പൊട്ടിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവരുടെ ഒഴിവുകളും അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇവർ 4-4.5 വർഷം ഇവർ പറയുന്നത്. ഇപ്പോൾ അരവർഷം ഇതൊന്ന് സെറ്റാക്കാൻ തന്നെ വേണ്ടേ. അവരുടെ മിക്സിങ് യൂണിറ്റുകളൊക്കെ ഇവിടെ തന്നെ കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ ആനക്കാമ്പൊയിൽ ഭാഗത്ത് ഡ്രില്ല് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. പിന്നെ അതിന് ശേഷം അവർ അത് ചെയ്തിട്ടില്ല കേട്ടോ. ഡ്രില്ലിങ് പിന്നെ നടന്നിട്ടില്ല. അതിന് ശേഷം അവർ ഇതുപോലെ ആ ഹോൾസിൻ്റെ മുകളിൽ ഇതുപോലത്തെ വർക്കുകൾ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ. മലയുടെ ഒരു മുകൾ ഭാഗം, അതായത് നമ്മുടെ തുരങ്കത്തിൻ്റെ തൊട്ട മുകൾ ഭാഗം ഇതുപോലെ അവർ സ്റ്റെപ്പാക്കിയിട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളൊരു മാസം മുമ്പ് പോയപ്പം കണ്ടത്. ഡ്രില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. എന്തായാലും തൊട്ടടുത്ത ദിവസം ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഈ പൈപ്പുകളാണ് കോൺക്രീറ്റ് അവിടെ എത്തിക്കുന്നതിനുള്ള പൈപ്പുകളുണ്ടോ. ഇത്രയും ദൂരത്തിൽ ഇപ്പോഴത്തെ ലോഡ് കണക്കിന് പൈപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കേണ്ട ഇതുണ്ടാവും. പിന്നെ പാറ പൊട്ടിക്കുന്ന പൊടികൾ മെഷീന്, അതായത് പ്ലാസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാണ്. അവരുടെ ഇതിൽ നമ്മൾ കണ്ടതാണ് പൊടി. അപ്പം ആ പൊടിയൊക്കെ പോകാനായിട്ട് ഒരുപാട് വലിയ ഫാനുകളുണ്ട്. ആ ഫാന് പൈപ്പുകൾ പുറത്തേക്ക് എത്തിക്കും. പെട്ടെന്ന് പൊടി പുറത്തേക്ക് എത്തിക്കുന്ന തോതിലുള്ള പരിപാടി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പായിട്ട് അവർ ചെയ്യണം. 8 കിലോമീറ്റർ പോകണ്ടേ. ഒരു 8 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് 8 കിലോമീറ്റർ അതുവരെ എത്തുമ്പോൾ അതുവരെ എത്താനുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കും. കോൺക്രീറ്റുകളൊക്കെ അവിടെ എത്തിക്കണ്ടേ. ഏതായാലും ഒരു റിസ്ക് പരിപാടി എന്നല്ലേ തുരങ്കപാതൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ കഴിഞ്ഞ മഴക്കാലത്ത് ചെറിയൊരു മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കൊക്കെ സംഭവിച്ചിരുന്നു. 2 ദിവസം നിർത്തിവെച്ചൊരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കുടുങ്ങിയവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അതായത് പിന്നെ അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ബ്ലോക്കായിട്ട് അവിടെ കടന്നാൽ ഭക്ഷണത്തിനും ബാക്കിയുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്താ ചെയ്യലേ. അപ്പം ഈ തുരങ്കപാത, ഈ ബദൽപാത ഇവിടെ നിർബന്ധമാണ്. 5 വർഷം കാത്തിരിക്കണ്ടേ, കാത്തിരുന്നേ പറ്റുള്ളൂ. എന്തായാലും ഇപ്പം തുടങ്ങി വെച്ചല്ലോ, അതെന്നെ വലിയ കിട്ടൽ. ഒരുപാട് ജോലിക്കാരുണ്ട് അവിടെ, ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്. ബിൽഡ്കോൺ ഇവിടെ എല്ലാ ജോലിക്കാരും, അതുപോലെ ആനക്കാമ്പോയിലും ഒരുപാട് ജോലിക്കാരും മെഷീനറീസും എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്ന ജോലി കഴിഞ്ഞാൽ ഇവരങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങും. ആനക്കാമ്പയിൽ എന്താ കാഴ്ച എന്നുള്ളത് അവിടെ പോട്ടെ. അവിടെ ഇതുപോലെ തൊട്ടടുത്തേക്ക് ബ്ലാസ്റ്റിംഗ് നടക്കുന്ന അതായത് ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും
ചാനലുകാർക്കൊക്കെ വീഡിയോ എടുക്കാനുള്ള അവസരം അവിടെ കാണുന്നുണ്ട്. അതുപോലെ നമുക്കവിടെ പോയിട്ട് വീഡിയോ എടുക്കാം. ചോദിച്ചാൽ അവർ സമ്മതിക്കുമായിരിക്കും. ഇതുപോലെ നിന്ന് വീഡിയോ എടുക്കാൻ ആനക്കാമ്പയിൽ കഴിയില്ല. അതതിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ പോകണം. മലയുടെ ഒരു താഴ്ചയിലായിട്ടാണ്, വേറൊരു മലൻ്റെ കാട്ടുകൂടിയൊക്കെ പോകണം. അത് വലിയ റിസ്ക് പരിപാടിയാണ്. പിന്നെ പാലത്തിൻ്റെ പണി തുടങ്ങിയാൽ സുഖമായി, എന്നാൽ കാഴ്ചകൾ കാണാനൊക്കെ ഉഷാറാണ്. പിന്നെ എന്തായാലും തുരക്കപ്പാതകൾ തുഴച്ചവർ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭാഗത്തേ എടുക്കാൻ കഴിയില്ല. അപ്പോഴും നമ്മൾ ഈ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ എത്ര മീറ്ററായി എന്നുള്ളത് ഇങ്ങനെ കാണിക്കാമെന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ തുരങ്കപാത കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളരിമല എന്ന് പറഞ്ഞ മല എന്നാട്ടോ കേട്ടത്. വെള്ളരിമല പണ്ടൊക്കെ ഞാൻ ചെമ്പ്രമല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പറയാൻ കഴിഞ്ഞത് വെള്ളരിമലൻ്റെ ചോട്ടിൽ കൂടിയാണ് ഇത് പോകുന്നതെന്നാണ്. ഇതിൻ്റെ ചോട്ടിൽ കൂടി പോയാലും വർക്ക് നടക്കുന്ന സമയത്ത് അപകടവും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു. അവിടെ എന്താ വർക്ക് ചെയ്യുന്ന മെഷീന്? ബൂമർ മെഷീൻ്റെ എന്തോ ഒരു വർക്കിംഗ് നടക്കുന്നുണ്ടല്ലോ അവിടെ. ഏതായാലും കഴിഞ്ഞ വട്ടം വന്ന ക്യാമറ അല്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൂമിങ് ക്ലിയർ കിട്ടുന്നുണ്ട്. അതൊരു സമാധാനമുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് വയനാട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കോടമഞ്ഞൊക്കെ മാഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലാരിറ്റിയും ക്ലിയറൊക്കെ ഉണ്ട്. കുഴപ്പമില്ലല്ലോ, വീഡിയോ ഉഷാറല്ലേ? അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കപാതയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. ഇതുപോലുള്ള വർക്ക് അപ്ഡേഷനുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നതായിരിക്കും വർക്ക് കഴിയുന്നതിനനുസരിച്ച്. അപ്പം എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ലൈക്ക് ചെയ്യുക നിർബന്ധമായിട്ടും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.